ദേ വെള്ളം ചൂടായിട്ടുണ്ട്. ഇറക്കി വെക്കട്ടെ? ശീതം താരച്ചോരു ഹേമന്ത കാലവും ആമന്ദം പോനിഞ്ഞു. നിങ്ങളൊന്ന് എണീറ്റ് മാറുക പിള്ളേരെ. നേരം വെളുത്ത് ഇത്ര നേരമായിട്ട് ഉമ്മർത്ത് ചൂല് കാട്ടിയിട്ടില്ല. മാഷേ, ഇന്ന് നമ്മുടെ ദിവസമാണ്. അപ്പോ ഇന്നും നോ രക്ഷ. നിൽക്ക്. അപ്പൊ ബാക്കിയോ? അത് അടുത്ത തവണ ആട്ടെ. ആ ചെപ്പിനുണ്ടായിരുന്ന രൂപ ഒരു അത്യാവശ്യ കാര്യത്തിന് എടുക്കണമെന്ന് വിചാരിച്ചതാ. അവിടെ മിണ്ടാതിരുന്നാ മതി. കടക്കാർ വരുമ്പോഴേ ബാക്കിയുള്ളവർ തൊലി ഒരിഞ്ഞു പോണത്. മനക്കോട്ടം കെട്ടി അങ്ങനെ നിന്നോളൂ. സമയം എന്തായെന്ന വിചാരം? നാശം. ഇതെന്താ കുറെ നേരമായാലും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്? താൻ എന്റെ കണ്ണട കണ്ടോ? ഇതെന്താ വട്ടും പിടിച്ചോ? അതല്ലേ ഈ മുഖത്തിരിക്കണത്? പ്രഭേ, ആ തുണി. ഹോ, ഇത് വലിയ ശല്യമായല്ലോ. എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കില്ല. ഇതാ ഒരു കൊല്ലി സൈക്കിളും നിങ്ങളും. അതെങ്ങനെയാ? നെറ്റിയിൽ കോറാൻ കയ്യിൽ വല്ല ചില്ലി കാശുണ്ടോ? മുടിയാ നേരത്തൊരു കൊട്ടാരവും പണിയാൻ തോന്നി. ഇപ്പൊ അതാ അങ്ങടുമില്ല ഇങ്ങടുമില്ല. മതി, എല്ലാവരും ഒരു കാലുണ്ട്. ലോകരെ മുഴുവൻ സഹായിക്കാൻ നിന്ന് കിട്ടുന്ന ശമ്പളം കോടതി കെട്ടാൻ തയ്യാറായി. പതുക്കെ പോയാ മതി. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. ദേവാദിദേവാ ദാഹിച്ചു നിൽപ്പൂ തിരുസന്നിധാനമെന്നാത്മം. ഇന്നു വിടർന്നതാം പൂക്കളിൻ കൂടയിൽ പലതുണ്ട് തവ പാതേ കാഴ്ച വയ്ക്കാൻ. ദേവമംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിദാത ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ ജയ ഹിന്ദ്. ഇതെന്താ മാഷേ? വിശ്വനാഥ മാഷ്ക്ക് മാത്രമായിട്ട് സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്താൻ ബുദ്ധിമുട്ടാ. മറ്റുള്ളവരും മാഷ അനുകരിച്ചാൽ കാര്യങ്ങൾ ഏത് നിലയ്ക്കാവും? നാളെ ഇത് ആവർത്തിച്ചാൽ മാഷ് ടൈം വെച്ച് ഒപ്പിടേണ്ടി വരും. ആ, അപ്പുറത്ത് മാനേജറുണ്ട്. മാഷ് ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് കടുപ്പമായി പോകുന്നു. മാനേജർ എന്ന നിലയ്ക്ക് എനിക്കിത് പറയാതെ വയ്യ.
ഇടയ്ക്കൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണെന്ന് വയ്ക്കാം. അത് പതിവാക്കിയാലോ. പിന്നെ മറ്റൊരു കാര്യം, മാഷിനെ കടന്നുന്നവര് ഈ സ്കൂളിലേക്ക് കയറി വരുന്നത് ഈ സ്ഥാപനത്തിന് നാണക്കേടുണ്ടാക്കും. മനസ്സിലായോ? ഹലോ, മാഷ് പോയിക്കോളൂ. ആ എന്തായി? ആ ശരി, ഞാൻ പിന്നീട് വിളിക്കാം. ആ ശരി ശരി, ഓക്കെ ഓക്കെ. നമസ്തേ, ഇരിക്കേ. ആരൊക്കെയാ ക്ലാസ്സിൽ ഒച്ച വെച്ചത്? എല്ലാറ്റിനും നാവിറങ്ങിപ്പോയോ? അജേഷ് കെ ജെ, ജിബിൻ കെ ബി, മനീഷ് ടി ആർ, സൂരജ് എ. വിൻസെന്റ് മാഷ് എന്തെന്ന് കാർ എടുക്കാഞ്ഞ്? ചെറിയൊരു യന്ത്ര തകരാറ്. അപ്പോൾ കാർ ഒന്നിരാടെ കൂടി ഇടമട്ടാണല്ലോ. ഇന്നിട്ടാൽ പിന്നെ മറ്റന്നാൾ. ഇതിലും ഭേദം നമ്മുടെ വിശ്വനാഥൻ മാഷിന്റെ ജനകീയനാ. അതെന്താ മാഷ ജനകീയൻ? അതൊരു കൂടിയ സാധന. ഇംഗ്ലീഷിൽ ബൈസൈക്കിൾ എന്ന് പറയും. കുറച്ച് പഴഞ്ചനാണെങ്കിൽ ബഹു കേമൻ. ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണല്ലോ. അതിരിക്കട്ടെ, വിശ്വാസം മാഷ വീട് പണി എവിടെ വരെയായി? കഴിഞ്ഞില്ല. അതെന്താ മാഷ അങ്ങനെ? കൊല്ലം ഏതാണ്ട് 1.5 ആയല്ലോ. ഒപ്പം പണിത ജാനകി ടീച്ചർ പണി തീർത്തു, കയറിപ്പാർത്തു, മോളെയും കെട്ടിച്ചു. എന്നിട്ട് മാഷ് എന്തേ പണി തീർക്കാത്തേ? ഞാൻ ജാനകി ടീച്ചർ അല്ലാത്തോണ്ടാവാം. ഉവടി ചുട്ട കോഴിയുണ്ട്. അയ്യേ, കോഴിയെ ചൂട്. നിങ്ങളുടെ അച്ഛനിവിടെ സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കല്ലേ, പറയണത് ഉണ്ടാക്കി തരാൻ. എന്നാ എനിക്ക് കഞ്ഞി വേണ്ട. വേണ്ടെങ്കി വേണ്ട. മോളിരുന്ന് കഴിക്കുക. പപ്പടം നാളെ വാങ്ങിത്തരാം. പെണ്ണിനെ താലോലിച്ച് തലയെ കയറ്റിക്കോ. ഓമ്പും വിള ചാമ്പേ ഉള്ളൂ. പ്രഭേ, തനിക്ക് കുട്ടികളോടെങ്കിലും മയത്തിലൊന്ന് സംസാരിച്ചുകൂടെ? എനിക്ക് ഇത്രയൊക്കെ ഭയപ്പെടാൻ സാധിക്കും. പറ്റുമെങ്കിൽ സഹിച്ചാൽ മതി, ഇല്ലെങ്കിൽ എന്നെ വീട്ടിൽ കൊണ്ടാക്കിക്കോ. சார், അണ്ണാ, ഈ ആഴ്ചയില്ല. நீங்க என்ன மாதிரி சொன்னா நான் என்ன செய்வேன்?
ശമ്പളം കിട്ടിയിട്ടില്ല. ഇതെന്നാ സാറേ, നിങ്ങളൊരു സ്കൂൾ മാസ്റ്റർ இந்த മട്ടിൽ പഞ്ഞം പാടാം. ഇല്ലാതെ എന്ത് ചെയ്യും? ഞാൻ എന്നെ ചെയ്വേ, വാരത്തേക്ക് ഇൻസ്റ്റാൾമെന്റ് കിടക്കുന്നത് മുഖ്യം, അല്ലാമ്പ നമ്മ ഇടപാട് ரொம்ப പൊല്ലാപ്പ്. അപ്പൊ ശരി, നെക്സ്റ്റ് വീക്ക് കുടിശ്ശിക മൊത്തം തീർക്കണം. അപ്പോ കടം വാങ്ങൽ ഈ മട്ടിൽ തുടങ്ങിയല്ലേ? അച്ഛനെന്താ രാവിലെ തന്നെ? രാവിലെ വന്നാലല്ലേ നിന്നെ കാണാൻ പറ്റൂ. അല്ലേ പിന്നെ സാംസ്കാരിക പ്രവർത്തനം കഴിഞ്ഞ് വരുന്ന നാളെയും കാത്ത് പാതിര വരെ ഞാനിവിടെ കാത്തിരിക്കണ്ടേ? എന്താ അച്ഛ വിശേഷം? വിശേഷമുണ്ട്. വക്കീൽ നോട്ടീസാ. വിളിച്ചെടുത്ത ചിട്ടിക്ക് മുടക്ക് 8. അല്ല, ഇതെന്തു ഭാവിച്ചോണ്ടാ? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അത് എന്നാ തന്നെ ഒരു വീടുണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാ. അതിപ്പോ ബാക്കിയുള്ളവന് കുരിശായി. അച്ഛനകത്തേക്ക് വരൂ, ചായ എടുക്കാം. ഒരു ചോറും ചായയും സൽക്കാരവും അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. മനുഷ്യനായാലേ കുറച്ച് നേരും നേരും വേണം. നേര് പറയണം. നീയല്ലേ ചെയ്തത്? എന്താ നിനക്ക് നാക്കല്ലേ? ഞാനല്ല. അതെ മാഷെ. അപ്പൊ തെറ്റ് നീ സമ്മതിക്കില്ല അല്ലേ? നിന്നെ ഞാൻ രണ്ടും പോയിക്കോ. ശാലിനി, ഇവിടെ വാ. നൊന്തോ? പോട്ടെ, സാരല്ലേ. ദാ ഈ ചോക്ക് വാങ്ങിക്കോ. നല്ല കുട്ടിയായിട്ടിരിക്കണം. ശരി, പോയിരുന്നു. ദേ, എങ്ങനെയായാലും വേണ്ടില്ല, അച്ഛൻ വിളിച്ചെന്ന ചിട്ടിയുടെ മുടക്ക് തീർക്കണം. ശമ്പളം കിട്ടിയെന്നറിഞ്ഞ അപ്പ വരും കടക്കാര്. അതിനുമുമ്പ് ഓർമ്മപ്പെടുത്തിയതാ. വേണ്ട വേണ്ട വേണ്ട, നീ കള്ളക്കുതി എടുക്ക. ഇത്ര നേരമായിട്ട് കളി നിർത്താറായില്ലേ രണ്ടിനും? മതി, കേറി പോകത്ത്. കുളിച്ച് പഠിക്കാൻ നോക്ക്. അതൊന്നും ശരിയാവില്ലെന്നേ. എന്റെ പ്രഭാവതി ചേച്ചി, ആ വിശ്വമാഷില്ലേ ഇവിടെ? ആ ഉണ്ട്. സനൽദാസോ, വാ ഇരിക്ക്. ശരിക്ക് ഈ ഇടയായിട്ട് ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ.
പക്ഷെ എന്താ ചെയ്യുക, നമ്മുടെ സാംസ്കാരികനൊക്കെ വളരെ മോശം. പിന്നെ നമ്മുടെ വയലാറിലെ പിള്ളേർ സെറ്റ് മത്സരത്തിന് കൊണ്ടുപോകാൻ ഒരു നാടകം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇന്ന് അങ്ങോട്ട് പോകും വഴി മാഷെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി. അതെന്തായാലും നന്നായി. ബെസ്റ്റ്. ഇങ്ങനെ വേണം ഔചിത്യമുള്ള വീട്ടമ്മമാർ. ഞാൻ അങ്ങോട്ട് ചോദിക്കാനിരിക്കുകയായിരുന്നു. ആ പിന്നെ മറ്റൊരു കാര്യം, നാടകത്തിൻ്റെ വിഷ്കമ്പത്തിലേക്ക് ഒരു 10 വരി കവിത വേണം. വിഷയം അനീതിക്കെതിരെ ജനരോഷം. അത് മാഷെ എനിക്ക് എഴുതി തരണം. ഒന്നിനും ഒരു മൂടില്ല ദാസ. എനിക്ക് വേണ്ടത് മാഷിന്റെ മൂടല്ല, എനിക്ക് കവിത കിട്ടിയാൽ മതി. അതും 2 ദിവസത്തിനകം എനിക്ക് തന്നേ നോക്കൂ. അത് പിന്നെ വേണോ? ദബേലോ ഒന്നും വേണ്ട, യു മസ്റ്റ് ബി ഡു ദാറ്റ്. ചേച്ചി, കവലയിൽ നിന്ന് ഇപ്പം അങ്ങോട്ട് ബസ്സുണ്ടോ? ഇനി 7 മണിയാവും. ഓ ഗോഡ്, എനിക്ക് ഓട്ടോ പിടിച്ചു പോകേണ്ടി വരും. മാഷേ, എനിക്കൊരു $50 തന്നു. താങ്ക്സ്. അങ്ങനെ ഞാൻ വരട്ടെ. ബൈ ബൈ. ഈ നരകത്തെ അനുഭവിച്ച് മനുഷ്യന് മതിയായി. കുടുംബത്തിൽ ഒരു തരി പഞ്ചസാരയില്ല, അപ്പോഴാ ദൈവത്തിന് നിരക്കാത്തൊരു ദാനശീലം. ഓ, ലോകപാലകനല്ലേ, നടന്നോട്ടെ. എന്റെ വിധി, അല്ലാതെന്താ. മാഷിന്റെ അമ്മാനച്ചൻ പറഞ്ഞതനുസരിച്ച് ഞാൻ വീടും പറമ്പ് പോയി കണ്ടേ. അപ്പൊ മാഷ് ഉദ്ദേശിക്കുന്ന വില പറ. അതെനിക്കൊന്ന് ആലോചിക്കണം. നല്ല കൂത്ത്. അപ്പൊ മാഷ് വിലയുടെ കാര്യം ആലോചിച്ചിട്ടില്ലേ? അതല്ല, വസ്തു വിൽക്കുന്ന കാര്യം പോലും ഞാൻ ആലോചിച്ചിട്ടില്ല. മോഹവില കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുട്ടാ ആലോചിക്കാൻ മാഷേ? ഇപ്പോഴത്തെ കച്ചവടമൊക്കെ ഓർക്കാപ്പുറത്തല്ലേ. വിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്തുട്ടാ മാഷേ, വീട്ടുകാരത്തി പറഞ്ഞല്ല വിൽക്കാണ്ട് കടം തീരില്ലാന്ന്. മാഷേ, വിറ്റ് കടം വീട്ടു മാഷേ. കടം വച്ചുകൊണ്ടിരുന്ന നടക്കൂ മാഷേ. തലമുറകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ. അച്ഛൻ കടക്കണിയിലായിട്ടും അത് വിൽക്കാതെ കാത്ത് തന്നെ ഏൽപ്പിച്ചു. അതൊക്കെ പണ്ടത്തെ ന്യായല്ലേ മാഷേ. കാലം മാറിയില്ലേ. ഉള്ളത് ജപ്തി ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ കഥ. മാഷ്ക്കാണെങ്കിൽ 2 പെൺകുട്ടികളും. അവറ്റകളുടെ കാര്യം ചിന്തിക്കണ്ടേ? ഭൂമി ഞാനെടുത്തോളാം, വേണമെങ്കിൽ ടോക്കണും തരാം. മാഷ് മറ്റാരോടും ഇനി കാര്യം പറയണമെന്നില്ല. ഇതിലെൻ്റെ ഫോൺ നമ്പറുകളുണ്ട്, ഏതിൽ വിളിച്ചാലും കിട്ടും. നാളെ മറുപടി തരണം. അപ്പം ഞാൻ പോട്ടെ. നമ്മുടെ വിഷമാഷ എന്താണ് സൈക്കിൾ പതിവില്ലാതെ ഉന്തി വരുന്നത്? ഏയ് അതല്ല, എന്തോ പന്തികേടുണ്ട്. ആള് തേങ്ങി പോകുന്നത് കണ്ടില്ലേ? എന്താ മാഷേ? വർഗീസേ, എന്നെ ആ കടയിലേക്കൊന്നിരുത്ത്.
എന്താ മാഷേ? ഒരു തലകറക്കം, വീണു പോകുമെന്നൊരു പേടി. സോഡ കുടി. ആശുപത്രി പോണോ? ഏയ്, അത്രയ്ക്കൊന്നുമില്ല. എനിക്കൊന്ന് വിശ്രമിച്ചാൽ മതി. മാഷ് ഇവിടെ ഇരിക്കേ, ഞാൻ ഒരു ഓട്ടോ വിളിക്കാം. ഇവിടെ അടുത്തല്ലേ, വേണ്ട. വർഗീസ് ഒന്ന് കൂടെ വന്നാൽ മതി. ദേ ഗുളിക കഴിക്ക്. ഗുളികയ്ക്ക് കയ്പുണ്ടോ അച്ഛാ? ഇല്ല. ഇന്നലെ പറഞ്ഞ നിങ്ങളുടെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ലേ? അച്ഛൻ ചോദിച്ച ഞാനെന്ത് പറയണം? ചെവി കേട്ടുവിടാന്നുണ്ടോ? വിൽപ്പനെ പറ്റി എന്ത് പറയുന്നു? എന്ത് വിൽക്കണ കാര്യാമ്മേ? വേണ്ടാത്തത് അറിയണ്ട. എന്തിനു തടയുന്നു? അവരും അറിയേണ്ടവരാ. നിങ്ങളുടെ മുത്തച്ഛന് ഈ ഭൂമി ഏൽപ്പിക്കാൻ ഒരു ആലോചന. അച്ഛനോടുള്ള സഹതാപം കൊണ്ടാകാം, അതല്ലെങ്കിൽ വിളിച്ചു നിന്ന് സഹായിച്ച് ചിട്ടി അടക്കില്ലെന്ന് ഭയന്നിട്ടാകാം. കാര്യം എന്തായാലും ഞാൻ ഈ മണ്ണ് വിൽക്കുന്നില്ല. ആരും അതിന് നിർബന്ധിക്കേണ്ട. എന്നെ മക്കളെ നിങ്ങൾ വഴിയാതാറൊക്കെ ഉള്ളൂ. അതിന് ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. പാർക്കാൻ ഒരു വീടും പണിതിട്ടുണ്ട്. ശരിയാ, നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. കടത്തിന്റെ പത്തായത്തില് പാർക്കാൻ ഗതിമുട്ടി ഒരു ഗോപുരവും തീർത്തിട്ടുണ്ട്. ചിതലെടുത്തെങ്കിലും ഒരു ചെറു വീട് ഇവിടെ ഉണ്ടായിരുന്നു. ആളുകൾ പറയുന്നത് കേട്ട് ഇരുനില വേണമെന്ന് വാശി പിടിച്ചത് നിങ്ങളൊക്കെ തന്നെയാ. കാശില്ലാത്തൊരു മിണ്ടാതിരിക്കണായിരുന്നു. നാട് മുഴുവൻ കടം കയറി കൊട്ടാരം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പ്രഭേ, ഇത് താൻ മാത്രമല്ല, എല്ലാവരും എന്നെ ചൂണ്ടി പറയുന്നതാ. അപ്പം ഞാനാ തെറ്റുകാരൻ. എല്ലാ തെറ്റും എന്റേതാ. ഈ അമ്മയ്ക്കൊന്നും മിണ്ടാണ്ടിരുന്നൂടെ? ദേ ഒറ്റ തൊഴിവെച്ച് വന്നാലുണ്ടല്ലോ ഒരു സൈഡ് പറച്ചില്. ആരും എന്റെ പക്ഷം പറയണ്ട. ഞാൻ എന്നും എവിടെയും ഒറ്റപ്പെട്ടിട്ടേ ഉള്ളൂ, സ്വന്തം വീട്ടിൽ പോലും. മോളെ, ആ ഷർട്ടും എടുത്ത്. ഞങ്ങളെ കൊണ്ട് ശല്യല്ലേ? പോയേക്കാം, ശല്യാവാതെ. പോയാൽ ഞങ്ങൾ തൽക്കാലം വരില്ല. എനിക്കുണ്ടൊരു വീടും കൂടും ആൾക്കാരും ഒക്കെ. വേണ്ടമ്മേ, അച്ഛൻ തനിച്ചല്ലേ. നമുക്ക് മറ്റന്നാൾ തന്നെ മടങ്ങാം. വലിയ സങ്കടമുള്ളൂ ഇവിടെ തന്നെ നിന്നോ. നടക്കണേ ഇങ്ങോട്ട്. വിശ്വനാഥ മാഷേ, വിശ്വനാഥ മാഷേ.